अरे दीवानो मुझे पहचानो, कहाँ से आया मैं हूँ कौन। अरे दीवानो मुझे पहचानो, कहाँ से आया मैं हूँ कौन। मैं हूँ कौन, मैं हूँ कौन, मैं हूँ मैं हूँ मैं हूँ कौन। मैं हूँ डॉन, मैं हूँ डॉन, मैं हूँ मैं हूँ मैं हूँ डॉन। अरे तुमने जो देखा है, सोचा है, समझा है, जाना है, वो मैं नहीं, वो मैं नहीं। लोगों की नजरों ने मुझको यहाँ जो भी माना है, वो मैं नहीं, वो मैं नहीं। आवारा बादल को, सोदाई पागल को, दुनिया में समझा है कौन। अरे दीवानो मुझे पहचानो, जरा पहचानो, मैं हूँ डॉन। अरे यारों का वो यार हूँ, यारी में ये जान लुटा दे तो मैं हूँ वही, मैं हूँ वही। दुश्मन का दुश्मन हूँ वो, दुश्मन के चक्के छुड़ा दे तो मैं हूँ वही, मैं हूँ वही। तुम जानो ना जानो मैंने तो जाना है, महफिल में कैसा है कौन। अरे दीवानो मुझे पहचानो, जरा पहचानो, मैं हूँ डॉन। अरे मैंने क्या सोचा है, क्या ख्वाब है मेरी आंखों में, तुम जानो ना, तुम जानो ना। मैंने भी बदला है क्या रंग बातों ही बातों में, तुम जानो ना, तुम जानो ना। चेहरे पे चेहरा है, पर्दे पे पर्दा है, दुनिया में समझा है कौन। अरे दीवानो मुझे पहचानो, जरा पहचानो, मैं हूँ डॉन, मैं हूँ डॉन, मैं हूँ डॉन, मैं हूँ मैं हूँ मैं हूँ डॉन। Nice, nice, nice. പേടിക്കണ്ട ഇവിടുണ്ടല്ലോ ഡാൻഡ്രോ ക്വിറ്റിൻ ഓയിൽ. അമൃത്വേനി ഡാൻഡ്രോ ക്വിറ്റ്. അജൽ ഹലോ 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 തോക്കൊക്കെ പിടിച്ചിട്ടേ ഹലോ ഹലോ കൊള്ളായിരുന്നടാ. Thank you. നിന്നെ ഞാൻ കിഡ്നാപ്പ് ചെയ്യാൻ വന്നതെന്ന്. താങ്ക് യു. കൂടെ ഉണ്ടായിരുന്ന ആരായിരുന്നു? എന്റെ കൂട്ടാളികളാ. കൂട്ടാളികൾ എന്നാ കാണിച്ചോണ്ടിരുന്നെന്ന് കണ്ടോ? ഇല്ല, എന്താ കാണിച്ചത്? കോലുകളി ആ AK-47 ഓടക്കുഴല് വെച്ച് മൗത്ത് ഓർഗൺ വായി. ഞാൻ കണ്ടില്ലത്.
എന്തിനാ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടാ പ്രശ്നമായിരുന്നു, നിനക്ക് പാടാൻ പറ്റത്തില്ലായിരുന്നു. ഓ താങ്ക് യു സാർ. അത്രയ്ക്ക് ഭീകരമായിരുന്നു. ഇരിക്കുന്നു നോക്കേ. അതെ. എന്തായിരുന്നു ഇങ്ങനെ തോക്കൊക്കെ കൈത്തരുമ്പോ ഇത് വെച്ച് ഇങ്ങനെ ഓടക്കുഴലൊക്കെ വായിക്കാം? അതൊക്കെ ചെയ്തു. ട്രംപറ്റും ഫ്ലൂട്ടും പിന്നെ ഡാണ്ടിയും കളിച്ചു. ആരാണ്ടിയെ ഞങ്ങൾ കണ്ടു. സൂപ്പർ. ചോദിക്കാം. MG sir. അജല് കുജലേ സാർ കലക്കി. താങ്ക് യു സാർ. ഇതില് ഉണ്ടോ? പാറുവിന് ഉണ്ടയില്ല. ഫിനിഷ് ചെയ്യണം. പാറുവിന് ഒരു ആഗ്രഹം, കാരണം ആ തോക്ക് എടുത്ത് വെടിവെക്കടാന്ന്. സാർ സാറിന്റെ അജലിന്റെ കയ്യിൽ തോക്കുണ്ടെന്ന് കാണിച്ചു തന്നതാ ഞാൻ. അവൻ എന്നെ തോക്ക് ചൂണ്ടിയാലും എനിക്കിഷ്ടം, അവൻ എന്നെ വെടിവെച്ചാലും എനിക്കിഷ്ടം. വെക്കടാ വെടി. കണ്ടോ അവിടെ ദേഷ്യം കണ്ടോ? കണ്ടോ? പക്ഷെ അവൻ വെച്ചില്ല സാർ. അതാണ് അജലിന്റെ സ്നേഹം. നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സാർ. നല്ല രസമുണ്ടായിരുന്നു. ഇതിനകത്ത് ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് പാടിയിരിക്കുന്ന ആരാണ്? ഡീറ്റെയിൽസ് പറയും. ഇത് ഡോൺ എന്ന മൂവിയിലെ സോങ് ആണ്. ഇത് ലിറിക്സ് ചെയ്തേക്കുന്ന അഞ്ജാൻ സാറാണ്. മ്യൂസിക് കല്യാൺജി ആനന്ദ്ജി സാർ. പിന്നെ പാടിയേക്കുന്ന കിഷോർ കുമാർ സാർ. കിഷോർ കുമാർ സാറിന്റെ ഒരു ഡെപ്ത് ഉണ്ടല്ലോ. അരെ ദീവാനോ മുझे പഹചാനോ, ആ ഒരു തള്ള് അതും കൂടെ വന്നിരുന്നേ കൊള്ളായിരുന്നു. മോന്റെ ശബ്ദത്തിൽ പാടി അതെല്ലാം നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതെ സാർ. പക്ഷെ എങ്കിലും കുറച്ചുകൂടെ ഒരു റഫ്നെസ് കൊണ്ടുവരാം ഇതിനകത്ത്. ഒരു ഡോണല്ലേ, അതെ. അപ്പോഴത്തേക്ക് ഒരു റഫ്നെസ് കൊണ്ടുവന്നാൽ നന്നായിരുന്നു. പാട്ടൊക്കെ നന്നായിരുന്നു. ഈ ദുഷ്മൻ ക ആ ഒരു സ്ഥലത്ത് ഇത്തിരി പ്രശ്നമുണ്ടെന്ന് പാടാവോ? ദുഷ്മൻ കാ ദുഷ്മൻ ഹുവോ, ദുഷ്മൻ ഹുവോ, ദുഷ്മൻ കെ ചക്കെ ചുടാ ദേ തോ. ഇങ്ങനെ വന്നാ കൊള്ളാം. അണ്ണാ ആ തോക്ക് കയ്യിലുണ്ടായിരുന്നു. അതാണ് പ്രശ്നം അല്ലേ. ഈ തോക്കൊരു കയ്യിലും ഇതൊരു കയ്യിലും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോണുണ്ട്. മൈക്കെടുത്ത് തോക്കാക്കുന്നു, തോക്കെടുത്ത് മൈക്കാക്കുന്നു. അങ്ങനെ മാറിപ്പോറുണ്ട്. അതുപോലെ തന്നെ ആദ്യം തുടക്കം ഒന്ന് ഇടിച്ചു പാടിക്കേ. അരെ ദീവാനോ അരെ ദീവാനോ, അരെ ദീവാനോ, മോനെ ആ അരേ ഉള്ളു ഫുള്ളാക്ക്. അരെ ദീവാനോ, അരെ ദീവാനോ, अरे दीवानो मुझे पहचानो, कहाँ से आया मैं हूँ कौन, मैं हूँ कौन, मैं हूँ कौन, मैं हूँ कौन. അവിടെ കുറച്ച് ഇടിച്ചങ്ങ് വിടണം കേട്ടോ. ഓക്കെ സാർ. പാട്ടൊക്കെ നന്നായിരുന്നു. ഈ ഒരു സംഭവമാണ് ലാക്കിങ്. ഓക്കെ സാർ. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ എന്താണ് ആക്ഷൻസും ഇതും. പിന്നെ എനിക്ക് യഷിനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഡാണ്ടിയും ഫ്ലൂട്ടും ഇവിടെ ഉണ്ട് ഒരാൾ മെഷീൻ കണ്ണു വെച്ചാ നിന്റെ കയ്യിലും ഉണ്ടല്ലോ. ഇവിടെ വരണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു സാർ. ശരത് സാർ ജഡ്ജ്മെന്റ് പറ. അതിങ്ങനെ പറയാൻ പറ്റത്തില്ല. കൈ എനിക്ക് താഴെ പേടിയാ. ഇട്ടോ. അതിന് ചെയ്ത ഇന്റർവ്യൂസ് ഒക്കെ ബില്യണൊക്കെ അടിച്ച് എല്ലാത്തിലും ജയിച്ച്, പക്ഷേ പാറുവും തോക്കും. എണിച്ചോ? ഊണ് കഴിച്ചിട്ട് വരാം. വെടിവെച്ച് കൊല്ലും ഞാൻ. മിണ്ടരുതിനി. എടാ എനിക്ക് നിന്നെ കാണുമ്പോ മൊട്ട രാജേന്ദ്രനെ ഓർമ്മ വരും. അതാരാ? ആ സിനിമയില് എന്ന് പറയുന്ന ഒരു മനുഷ്യനല്ലേ വില്ലൻ. പുള്ളി ഇതേപോലത്തെ ഒരു ജാക്കറ്റ് ഇട്ട്. എനിക്കത് പെട്ടെന്ന് മൊട്ട രാജേന്ദ്രനുമായിട്ട് റിലേറ്റ് ചെയ്തു. അതെ. നല്ല നടനാ കേട്ടോ. അത് എന്തൊരു അഭ്യാസിയാണ് അദ്ദേഹം. അതെ. ഇത് എന്തൊക്കെ ഡൂപ്പില്ലാതെ എന്തൊക്കെയാ കാണിക്കുന്നത്. എന്തൊക്കെയാലും നീ രസമായിരുന്നടാ. അതെന്താ ഒരു ഗുമ്മുണ്ടായിരുന്നു. ഒരു സാധാരണ നീ ഇങ്ങനെ ഇച്ചിരി തുറന്ന് പാടാത്ത ഒരു മനുഷ്യനുമാണ്. ഇത്രയെങ്കിലും നീ തുറന്നല്ലോ. കൊള്ളാം. നല്ല ആ പാട്ടിന്റെ ഒരു ഓളം ഉണ്ടായിരുന്നു. കുറച്ചും കൂടി ഒരു തള്ളുണ്ടായിരുന്നെങ്കിൽ എത്തിയനെ. കാരണം അതല്ലേ വേണ്ടത്. അതെ സാർ. അങ്ങനല്ലല്ലോ ഇത്. അതിന്റെ സ്വഭാവം വേറെ അല്ല. അപ്പൊ അത് അങ്ങോട്ട് കട്ടയ്ക്ക് നിൽക്കണം. ഒന്നാമത് ഇത് ആര് പാടിയത്? കിഷോർ കുമാർ സാർ. അപ്പൊ പറയണോ? അപ്പൊ അതേ ഉള്ളൂ. പക്ഷെ നീ നന്നായിട്ട് തന്നെ ചെയ്തടാ. നന്നായിട്ട് തന്നെ ചെയ്തു. നിങ്ങളുടെ എന്താ പറയണ്ടത്, ആയുധധാരികളായിട്ടുള്ള കോറസും വളരെ മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് യഷിനെ എനിക്ക് കുറേ ഇഷ്ടപ്പെട്ടു. യഷിനെ ഞാൻ കൊണ്ടുപോകും. അവിടെ ചെന്നൈ കൊണ്ടുപോയി എവിടെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ട് നിർത്തും ഇതേ വേഷത്തിൽ. കഴിഞ്ഞു ഒരു ATM-ന്റെ മുമ്പിൽ. ചക്ര നന്നായിരുന്നടാ. ചേച്ചി അജൽ മാം. അജലേ, എന്താ? ഈ പാട്ടിന് കണ്ണാടിയുടെ ആവശ്യമില്ലായിരുന്നു. ആണോ?
അല്ല എൻ്റെ അടുത്ത് പറഞ്ഞ് ഡോൺമാര് കണ്ണാടി വെക്കുന്നു. ഓ അത് കൊള്ളു. ഡോൺമാർ കണ്ണാടി വെക്കും. ഡോൺമാര് കണ്ണാടി വെക്കും. അതായത് സ്റ്റൈലായിട്ടുണ്ട്. താങ്ക് യു മാം. നല്ലൊരു ഒരു പെർഫോമൻസ് ആയിരുന്നു അജൽ. കലക്കി സൂപ്പർ ആയിരുന്നു. ഇതില് എനിക്ക് തോന്നിയത് ഇതേ പോയിന്റ് ആണ്. കുറച്ചുകൂടി ആ ഒരു മോന്റെ വോയിസിനകത്ത് ഓൾറെഡി ഒരു മെലഡിക് ഫീൽ ഉണ്ട്. അപ്പൊ അത് ആ ഒരു കാറ്റ് കൂടി കൂടുതൽ പണ്ട് മുതലേ അങ്ങനെ പാടി ശീലിച്ചതുകൊണ്ട് ആ മെലഡി സോങ്സ് ഒക്കെ ഉഗ്രനായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇത് അജൽ ടോട്ടലി ഒരു ഡിഫറെൻ്റ് ഒരു സാധനം എടുത്തു, ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാട്ട് എടുത്തു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. മോനത് മാക്സിമം നന്നായിട്ട് പാടാൻ ശ്രമിച്ചിട്ടുമുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു മോൻ പാടിയത്. ഇതിൻ്റെ അകത്ത് ആ ഒരു സിനിമാറ്റിക് ഫീലില്ലേ, നമ്മൾ പറയുന്ന മാതിരി ഇതിപ്പം അമിതാഭ് ജി അല്ലേ അഭിനയിച്ചത്, കണ്ടിട്ടില്ലേ? വിഷ്വല് കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതിനകത്ത് ആ കിഷോർദ പാടുമ്പോഴത്തേക്ക് അത് അദ്ദേഹമാണ് അഭിനയിക്കുന്നതെന്നുള്ള ഫീലിംഗ് നമുക്ക് കിട്ടും. അപ്പം ആ വാക്കുകളുടെ അർത്ഥം കുറച്ചുകൂടി നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ആ എക്സ്പ്രഷൻ മോനെ കൊടുക്കാൻ പറ്റുന്നത്, അല്ലേ? അപ്പം എനിക്ക് ആ മേ ഹൂ കോൺ, അപ്പം ഞാനാണ്. അപ്പം ആ ഒരു വാക്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, കുറച്ചുകൂടി ഫോഴ്സ്ഫുൾ ആവാൻ എനിക്ക്. രണ്ടാമത് സാർ പാടിച്ചപ്പോൾ ആ ഒരു ത്രോ കണ്ടോ, അതിൻ്റെ അകത്തുള്ള ഒരു ഡ്രാമ കണ്ടോ, അതാണ് വരേണ്ടത്. അപ്പം അത് ഇനി അജൽ വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി മുന്നോട്ടുള്ള അജലിൻ്റെ സംഗീത യാത്രയിൽ ഇത്തരത്തിലുള്ള പെർഫോമൻസസ് സ്റ്റേജിൽ ചെയ്യുമ്പോഴായാലും അജലിൻ്റെ പെർഫോമൻസ് കാണാൻ അടിപൊളിയാണ്, അങ്ങനത്തെ ഒരു റൂട്ടിലേക്ക് അജൽ തിരിയണം. അപ്പോൾ എന്തായാലും ഇതിനകത്ത് എനിക്ക് ആ എക്സ്പ്രഷൻസ് കുറച്ചുകൂടി ആവാമായിരുന്നു എന്നാണ് തോന്നിയത്. സിംഗിങ് നന്നായി പാടുന്നതൊക്കെ മൊനാസലായിട്ട് തന്നെ പാടിയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു ദുഷ്മൻ കെ ചക്കേ ചുടാതെ അല്ലേ, ദുഷ്മൻ കെ ചക്കേ ചുടാതെ അവിടെയാണെന്ന് തോന്നുന്നു ഒരു ചെറിയ എന്തോ ഒരു സ്ലിപ്പ് വന്നത് പാടിയ സമയത്ത്. അല്ലാതെ വലിയ കുഴപ്പമില്ല. ഡിക്ഷൻ കുറച്ചുകൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. ബട്ട് പാട്ട് മോനെ ഇങ്ങനെ പാടിയെന്ന് വെച്ചാൽ അത് നല്ല രസമായിട്ട് പാടി. ഇവിടെ ആക്ട് ചെയ്തു, ആ ഡാൻസ് സ്റ്റെപ്സ് സ്റ്റൈലായിരുന്നു. താങ്ക് യു മാം. ബട്ട് കുറച്ചുകൂടി ഒരു പവർ ആവാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. ഷാനിക. അജലെ സാർ, ഞാനൊരു ചെറിയൊരു തോക്ക് എക്സ്ചേഞ്ച് ഒന്ന് നടത്തിക്കോട്ടെ? നടത്തിക്കോ. എന്നാ പിന്നെ ഈ തോക്ക് നീ പിടിക്ക്, സഞ്ജയ് ആ തോക്ക് നീ പാറുയുടെ കയ്യിൽ കൊടുക്ക്. എന്നിട്ട് ഒന്നുമില്ല, നിനക്ക് നല്ലത് ഈ തോക്ക. വലുത് മതി അല്ലേ? ഓക്കെ. സഞ്ജയ് എന്നാണോ ആളുടെ പേര്? സഞ്ജയ് തന്നെ, ഹിന്ദി സഞ്ജയ് സിംഗ്. ഓക്കെ ഓക്കെ പാറു, ഓക്കെ പറയ്. മേ ഐ? വലുതായി പോയ കുഴപ്പമില്ല. എടാ അജലേ, സാർ, നിന്റെ കൊള്ള സങ്കേതത്തില് ഇതൊന്നുമായിട്ട് ഒരു കൊള്ളയായിട്ട് ബന്ധമില്ലാത്ത രണ്ടുപേരുണ്ടായിരുന്നു. ഒരു ഹനയും ഒരു സ്നേഹയും. അതെന്തിനായിരുന്നു ഹന? നിങ്ങൾ എന്തിനാ ഈ കൊള്ള സങ്കേതത്തിൽ പോയത്? ഞങ്ങള് പിടിച്ചിട്ടതാണ്. എന്തിന്? കൂളിംഗ് ഗ്ലാസ് ഇട്ടോണ്ടിരിക്കാണ്. ഞങ്ങള് ഇവര് കിഡ്നാപ്പ് ചെയ്തു. ആണോ? അതിന്റെ സന്തോഷത്തിൽ പാടിയല്ലോ. കണ്ടിട്ട് നിങ്ങളെ കിഡ്നാപ്പ് ചെയ്തതാണ്. നിങ്ങൾ അവരെ കിഡ്നാപ്പ് ചെയ്തത് പോലെയാണല്ലോ തോന്നിയത്. ചിരിച്ചു നിൽക്കുന്നുണ്ടായാലോ കൂളിംഗ് ഗ്ലാസ് ഭയങ്കര ഹാപ്പി ആയിട്ട്. അതെന്താ? പിന്നെ ഞങ്ങൾ അഡ്ജസ്റ്റ് ആയി. അപ്പൊ പിന്നെ പേടിയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളും ഡോൺ ആയി. പിന്നെ അത് ലോകത്തുള്ള എല്ലാരും ഡോണോ? ഇതാണ് ഡോൺ. അല്ല, ഞങ്ങള് വളർന്നു വരുന്ന ഡോൺ, അത് ഞങ്ങളുടെ ഗുരു. വളർന്നു വരുന്ന ഡോൺ, പ്രായപൂർത്തിയാകാത്ത ഡോൺ. ഇവര് വല്ലതും തരുവോ? കഴിക്കാനൊക്കെ തരുവോ? തരും. എന്ത് തന്നു? ചപ്പാത്തിയും ദാൽ കറിയും. അയ്യേ, ഇതാണോ നോൺ വെജ് ഒന്നുമില്ല മോളെ? ചിക്കനൊക്കെ ചോദിക്കായിരുന്നില്ലേ? ചിക്കൻ ചില ഞായറാഴ്ചകളില്. ചില ഞായറാഴ്ചകളില് ചിക്കൻ. ഡോണിന് വല്ലതും ബാക്കി ഉണ്ടാവാറുണ്ടോ കഴിക്കാൻ? ഡോൺ കഴിച്ചിട്ട് ബാക്കിയാണോ? ഡോൺ എന്താ കഴിക്കാറ്? മറ്റേ പാണ്ടിപ്പാട് സിനിമക്കകത്തെ ദിലീപ് സാറിന് ഇങ്ങനെ ചിക്കൻ കൊടുക്കുന്നത്, അങ്ങനൊക്കെ നമുക്ക് തരുന്നത്. ഓ ആണോ? ഒന്നാ കഴിക്കുന്ന പറഞ്ഞിട്ടല്ലേ? ഞാൻ നിക്കപ്പ അവിടെ എന്താ പണി? എന്തിനു പണിയുണ്ടോ?
പണി പാട്ട് പഠിക്കുക. അവർക്ക് ദേഷ്യമുള്ള ആൾക്കാരെ പിടിച്ചോണ്ട് വരും. എന്നിട്ട് നമ്മളെല്ലാരും കൂട്ടത്തിട്ട് തല്ലും. എന്തൊരു ചിരി അത് കേട്ടിട്ട് എന്താ പറഞ്ഞിട്ട് സന്തോഷം. ഞങ്ങളെ തല്ലും എന്നൊക്കെ. അവര് പിടിച്ചോണ്ട് വരും, ഞങ്ങൾ ഇങ്ങനെ തല്ലും അവരെ. പാറു, അപ്പൊ ഹനയ്ക്കുള്ളിലും ഉണ്ട് ഒരു സൈക്കോ. അതെ. നിന്നെ എങ്ങനെ സൈക്കോ? സ്നേഹയോ? ഓ അതിനിടയില് സ്നേഹം അതൊക്കെ തന്നെയാണ്. ഞാനും അതൊക്കെ തന്നെ ചെയ്യുന്നേന്ന്. ഞാനും അതൊക്കെ തന്നെ. ഇതാണ് പഠിച്ചിട്ട് ഇതിന് ഇനി തന്നെ ഇവരെ പ്രത്യേകിച്ച് തല്ലും അടുത്ത ആൾക്കാരെ. പ്രത്യേകിച്ച് ഒരു ഇതാണ് അഭിപ്രായം വളർന്നു വരുന്ന ഡോൺ. തൊപ്പി മാറ്റട്ടെ? എന്തിനാ വേണ്ട? എന്തൊക്കെ വേണ്ട? ആ തൊപ്പി മാറ്റടാ, അവൻ പുതിയ ഹെയർ കട്ടാ. തൊപ്പി മാറ്റി അത് കാണട്ടെ, നേരത്തെ ഇന്നലെ- അത് കാണിക്കാനല്ലേ. അല്ല, അയ്യോ എന്തോ ഒരു വൃത്തികേടാ. എടാ, എന്നാ തൊപ്പി എന്നാല് ഇട്ടിരുന്നാ മതിയായിരുന്നു. തൊപ്പി പാറയുടെ തലയിൽ ഇട്ടോടും. ഓക്കെ, യു കണ്ടിന്യൂ. അജലേ, സാർ. നമ്മുടെ ഇന്ത്യൻ സിനിമ വെച്ച് നോക്കുമ്പോൾ ഈ ഡോൺ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഫ്രാഞ്ചൈസ് പോലെയാണ്. ഇപ്പൊ ഡോൺ ഒരു സമയത്ത് അമിതാഭ് ബച്ചൻ സെർ ചെയ്തു, ഷാറുഖ് ഖാൻ, പിന്നീട് ഷാറുഖ് ഖാൻ ചെയ്തു. ഇപ്പം വേറൊരു ആക്ടർക്കും, അത് ഇപ്പം രൺവീർ സിംഗ് ഒക്കെ ആയിരുന്നു, ഇപ്പം അദ്ദേഹം മാറി ഇപ്പോൾ വേറെ ആര്, അതായത് ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ ജെയിംസ് ബോണ്ട് എന്ന് പറയുന്ന പോലെ ഏത് ആക്ടർക്കും ആ ഒരു നെയിമാണ് പ്രധാനം. ആക്ടേഴ്സ് ഇങ്ങനെ മാറും. ഒരു സമയത്ത് ഷോൺ കോൺട്രി, പിന്നെ പിയേഴ്സ് ബ്രോസ്നൻ, ഡാനിയൽ ക്രേഗ് വന്നു, ഇപ്പം അടുത്ത ജെയിംസ് ബോണ്ടിനെ നോക്കുന്നു. അതുപോലെയാണ് ഈ പറഞ്ഞ പോലെ ഡോൺ, പിന്നെ അതുപോലെ ധൂം, അങ്ങനെ ഇന്ത്യയിൽ അങ്ങനെ ഫ്രാഞ്ചൈസികൾ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതിലുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രാഞ്ചൈസീസ് ആണ് ഡോൺ എന്ന് പറയുന്നത്. സെക്കൻഡ് ഡോൺ, അതായത് ഷാറുഖ് ഖാൻ അഭിനയിച്ച ഡോൺ, ആരാ ഡയറക്റ്റ് ചെയ്തതെന്ന് അറിയാം? അറിയില്ല സാർ. അറിയില്ല. ഫർഹാൻ അക്തർ എന്നാണ് പുള്ളിയുടെ. ഈ ഫർഹാൻ അക്തർ ആരാന്നറിയോ? കേട്ടിട്ടുണ്ട്. ആ. ഫർഹാൻ അക്തർ. ജാവേദ് അക്തർ എന്ന് കേട്ടിട്ടുണ്ടോ? അതും കേട്ടിട്ടുണ്ട്. ആരാണത്? അറിയില്ല സാർ. ഇങ്ങനെ കേൾവിയിൽ വന്ന കേട്ടിട്ടുണ്ട്. അല്ല, ഇതൊരു ട്രിവിയ പോലെയാണ്, ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓ, ജാവേദ് അക്തറിന്റെ മകനാണ് ഫർഹാൻ അക്തർ. ജാവേദ് അക്തർ എന്ന് പറഞ്ഞ എണ്ണമറ്റ പാട്ടുകൾ എഴുതിയ ഒരു മഹത് വ്യക്തി. അജലേ, സാർ. നന്നായിട്ട് പാടി, Thank you, നല്ല sir. രസമുണ്ടായിരുന്നു താങ്ക് യു സാർ. നീ പാടിയത്. അതാണ് ഈ പാട്ടിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്. അതെ. അത് ഒരു പൊടിക്കുന്ന കുറഞ്ഞു, അത്രേ ഉള്ളൂ. ബാക്കി സംഭവങ്ങളും ആ ഒരു ഹോൾ ആക്ട് നല്ല രസമുണ്ടായിരുന്നു. യശും സഞ്ജയും ഹനയും സ്നേഹയും എല്ലാവരും കൂടെ സംഭവം കളറാക്കി. അത്രേ ഉള്ളൂടാ, അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാനിക്ക. മാർക്സ് ചോദിക്കാം. ചോദിക്കാം. MG സാർ. 9.4. താങ്ക് യു സാർ. താങ്ക് യു സാർ. ശരത് സാർ. എന്തോ ഇത്ര ഐശ്വര്യമുള്ള ഒരു കൊള്ളക്കാരിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഐ ലവ് യു. I love you too. 9.4 മാർക്ക്. താങ്ക് യു സാർ. ചേച്ചി. അജലിനുള്ള മാർക്സ് ദാ. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഓക്കെ, ഓക്കെ. സോ ടോട്ടൽ 18 പോയിന്റ്. 18 പോയിന്റ് എത്രയായിരുന്നു? 8. താങ്ക് യു സാർ. താങ്ക് യു. കഴിഞ്ഞോ എല്ലാ പാട്ടും? കഴിഞ്ഞു. അല്ല, ഇനി എന്താ? നീ പോയിരിക്കണം. എലിമിനേഷൻ ഇല്ലേ? എലിമിനേഷൻ പുറത്താവോ? ഇല്ല. അറിയത്തില്ല. എന്നാ ഇതും കൊണ്ടോക്കോ. മുൾമുനയിൽ നിർത്തിയിട്ട് ബൈ.